പാണത്തൂർ ചാമുണ്ടിക്കുന്നിൽ അധ്യാപകൻ കടന്നൽ കുത്തേറ്റ് മരിച്ചു. വളാന്തോട് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ അധ്യാപകനായ ചാമുണ്ടിക്കുന്നിലെ വിജയനാണ് മരിച്ചത്. പറമ്പിൽ പണിയെടുക്കുന്നതിനിടെയായിരുന്നു ദാരുണമായ സംഭവം. ബുധനാഴ്ച രാവിലെ ചാമുണ്ടിക്കുന്ന് തുമ്പോടിയിലെ പറമ്പിൽ വെച്ചാണ് നാടിനെയാകെ ദുഃഖത്തിലാഴ്ത്തിയ ദാരുണമായ സംഭവം നടന്നത്. പണിക്കാരോടൊപ്പം കൂടി കാട് വെട്ടിത്തെളിക്കുകയായിരുന്നു വിജയൻ മാസ്റ്ററും. ഇതിനിടയിൽ മൺപുറ്റിൽ കൂടുകൂട്ടിയിരുന്ന കടന്നലുകൾ കൂട്ടത്തോടെ ഇളകി ആക്രമിക്കുകയായിരുന്നു. ഓടി രക്ഷപ്പെടാൻ ശ്രമിക്കുന്നതിനിടെ കുഴിയിൽ വീണ ഇദ്ദേഹത്തിന് കടന്നലുകളുടെ 100ഓളം കുത്തുകളേറ്റതായാണ് വിവരം. ഇതേ തുടർന്ന് തീർത്തും അവശനായ ഇദ്ദേഹത്തെ ഉടൻ തന്നെ ബന്ദർക്കയിലെ സ്വകാര്യ ആശുപത്രിയിൽ എത്തിച്ചിരുന്നുവെങ്കിലും മരണം സംഭവിക്കുകയായിരുന്നു. കൂടെയുണ്ടായിരുന്ന 4ഓളം തൊഴിലാളികൾക്കും കടന്നൽ കുത്തേറ്റിരുന്നു. ഗുരുതരമായി പരിക്കേറ്റില്ലെങ്കിലും ഇവരും ഇതേ ആശുപത്രിയിൽ ചികിത്സ തേടി. ഈ മാസം അവസാനം സർവീസിൽ നിന്നും വിരമിക്കാനിരിക്കെയാണ് വിജയൻ മാഷുടെ അകാല വിയോഗം. പെരുന്തേനാണ് വലിയതേൻ, ചെറിയതേനല്ല വലിയതേൻ, പെരുന്തേൻ മറ്റേ കുളവീരെ കൂട്ടുള്ള വലിയതേൻ. അതിന് ഉള്ളുകയും ആ ഈച്ച വന്ന് പണിക്കാരെ കുത്തുമ്പോൾ പണിക്കാരെല്ലാം ഓടി രക്ഷപ്പെടുകയും വിജയമാഷ് അറിഞ്ഞില്ല. പെട്ടെന്ന് വിജയമാഷ് പൊഴിഞ്ഞ് കുറേ തലയ്ക്കും ശരീരത്തിലും കുത്തുകയും ചെയ്തു. പണിക്കാരെല്ലാം ഓടി. വിജയമാഷ് പരമാവധി ഓടി നോക്കി, പക്ഷേ രക്ഷപ്പെടാൻ വേണ്ടി പറ്റില്ല. കുറേ കഴിഞ്ഞിട്ടാണ് ഇവർ പറഞ്ഞിട്ടാണ് മറ്റുള്ള ആളുകൾ അറിയുന്നത്. അപ്പോൾ ഷാജിലാൽ, മുൻ പഞ്ചായത്ത് മെമ്പർ ഷാജിലാൽ വണ്ടി എടുത്ത് പോകുമ്പോഴത്തേക്ക് അവിടെ ബോധം കിട്ടി വീണിട്ടുണ്ട്. എടുത്തുകൊണ്ടുപോയി ബോധം എന്ന് പറഞ്ഞാൽ ചെറിയൊരു അനക്കം മാത്രമേ ഉണ്ടായിട്ടുള്ളൂ. അപ്പോൾ തന്നെ ബന്ദർക്ക ബട്ടിൻ്റെ ആശുപത്രിയിൽ കൊണ്ടുപോയി. അവിടെ എത്തുമ്പോഴത്തേക്ക് മരിക്കുന്ന ഒരു സ്ഥിതിയാണ് ഉണ്ടായിട്ടുള്ളത്. വളരെ വേദനാജനകമായ ഒരു കാര്യമാണ്. സ്കൂളിൻ്റെ അതർ പി ടി എ പ്രസിഡന്റ് എന്ന നിലയിൽ 7 വർഷക്കാലത്തോളം ഞാൻ സ്കൂളിൻ്റെ ഭാഗമായി പ്രവർത്തിച്ചു നടന്ന നിലയിൽ പക്ഷേ ഇന്നലെയും എന്നെ വിളിച്ചിട്ടുണ്ട്. ശുചീകരണ പ്രവർത്തനമായി നമുക്ക് നടത്തണം. അപ്പോൾ ശുചീകരണത്തിൻ്റെ ഭാഗമായി തൊഴിലാളികളെ വെച്ചുകൊണ്ട് നമുക്ക് പണിയെടുപ്പിക്കണം, നമുക്ക് സ്കൂൾ തുറക്കുന്നതിന് മുമ്പേ സ്കൂൾ പരിസരം വൃത്തിയാക്കണം എന്നുള്ള കാര്യങ്ങളൊക്കെ ഇന്നലെ തന്നെ സൂചിപ്പിച്ചിട്ടുണ്ടായിരുന്നു. അതൊക്കെ എല്ലാ കാര്യങ്ങളും നമ്മുടെ കുട്ടികളുടെ കാര്യങ്ങളായാലും ചില കുട്ടികളുടെ പഠനത്തിനപ്പുറത്തേക്ക് അവരുടെ വീട്ടിലെ കാര്യങ്ങളടക്കം ശ്രദ്ധിക്കുന്ന ഒരു അധ്യാപകനായിട്ട് നമ്മുടെ സ്കൂളിൽ സംബന്ധിച്ചോളം വലിയൊരു നഷ്ടം തന്നെയാണ്. ഇതെല്ലാം ഓർത്തും പറഞ്ഞും കണ്ണീർ വാർക്കുകയാണ് വീട്ടുകാരും, ഒപ്പം ഇദ്ദേഹത്തിൻ്റെ പ്രിയപ്പെട്ട ശിഷ്യഗണങ്ങളും സഹപ്രവർത്തകരും നാട്ടുകാരും. ന്യൂസ് ബ്യൂറോ, രാജപുരം.